പല ബിസിനസ്സുകളും ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 ഇയർ കഴിയുന്നതിന് മുമ്പ് തന്നെ അവർ ഫെയിലായിട്ട് ക്ലോസ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് ഇവർക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മളൊരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ്. നിങ്ങൾ നിങ്ങളുടെ ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പോയിന്റ്സ് ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ആണ് ക്ലിയർ ബ്രാൻഡ് ഐഡന്റിറ്റി. നമ്മുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലോഗോ ചെയ്യുക എന്നത് മാത്രമല്ല, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു മിഷൻ വേണം, അതുപോലെ തന്നെ വാല്യൂ, അതുപോലെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു സ്റ്റൈല് നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം എന്നുള്ളതാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ ആപ്പിള് അവരുടെ ഫോണ് സെല് ചെയ്യുന്നില്ല, അവരൊരു സിംപ്ലിസിറ്റിയും ഇന്നോവേഷനുമാണ് സെല് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ആണ് ഓൺലൈൻ പ്രസൻസ് സെറ്റപ്പ്. നിങ്ങളെ ബ്രാൻഡ് ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈല്, അതുപോലെ തന്നെ വെബ്സൈറ്റ്, അതുപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ്, കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഒരു പ്രസൻസ് ഓൺലൈനിൽ നിങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. ഫൈനൽ പോയിന്റ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പ്ലാൻ ആണ്. നമ്മുടെ ബിസിനസ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കരുത്, സെയിൽസിന് ഒരു പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ക്ലിയർ ആയിട്ടുള്ള പ്രൈസിങ്, അതുപോലെ തന്നെ പ്രൊമോഷന്, അതുപോലെ ഓഫേഴ്സ്, കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബ്രാൻഡ് ലോഞ്ച് ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു സിസ്റ്റം എല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടേഷൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു.